ചിലരും വിളിച്ചു ചോദിച്ചു, വിമർശനങ്ങളൊന്നും കാണാറില്ല, ആരെങ്കിലും പൈസയൊന്നുമില്ല സെറ്റ് ചെയ്തു വന്നു. വിമർശനം ഇവിടെ പ്രൊഫഷനൊന്നുമല്ല, വിമർശിച്ചുകൊണ്ട് നിങ്ങളെ വയറ് നിറയൊന്നുമില്ല. അതൊക്കെ ഒരു സൈഡ് പരിപാടികൾ. പിന്നെ ഒരു 90% ഈ പൊതു സ്റ്റേജുകളിലും മറ്റുമൊക്കെയുള്ള ഉടായ്പകളൊക്കെ നിന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ 10% ഏത് കാലഘട്ടത്തിലും ഒരു കൂട്ടം പേരുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ആൾദൈവങ്ങളുടെ ഹിപ്നോട്ടിക് വലയത്തിനകത്ത് ക്രിസ്തീയ, മുസ്ലിം അല്ലെങ്കിൽ ഹൈന്ദവ ധ്യാനം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് വശംവദായി കിടക്കുന്നുണ്ട് യവന്മാരുടെ ഹിപ്നോട്ടിക് ലോകത്തിൽ. ഇപ്പോൾ യവന്മാരുടെ ഇവരുടെ മുമ്പിൽ വെച്ച് ഇവരുടെയൊക്കെ പച്ച തെറ്റുകൾ ഇവരുടെയൊക്കെ മുമ്പ് വെച്ച് യവന്മാർ ചെയ്ത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നാലും പിറ്റേ ദിവസം ഒരു പള്ളിയിൽ പോകും. അങ്ങനെയുള്ള ഒരു 10% പേർ ഈ സമൂഹത്തിലുണ്ട്. അവരെയൊന്നും ഇനി തിരുത്താൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരൊക്കെ തിരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ കുറേ ആത്മീക ബിരുദന്മാർ പരസ്യങ്ങളോ പബ്ലിസിറ്റികളോ ഒന്നുമില്ലാതെ മറഞ്ഞിരുന്ന് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു ഒരുവൻ്റെ ഉള്ളത്തിൽ ഒരുപാട് പ്രസവ വേദനപ്പെടുന്നുവെന്നാണ്. ഇന്ന് ഓരോരുത്തന്മാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, ഒരു മീറ്റിംഗ് നടത്തുന്നത്. ഇപ്പോൾ ഇന്നലെ ആൾദൈവങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ്സുകളുണ്ട്, ചായക്കട, പിന്നെ മലക്കറിക്കട, പലയിടങ്ങളിലും ബിസിനസ്സുകൾ. അപ്പോൾ ഇവരൊരു ക്രൗഡ് ഒരു മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ എന്താണ്? ഇതിനകത്തുള്ള അവരുടെ ബിസിനസ്സിൽ പങ്കാളിത്തം വഹിക്കേണ്ട ആൾക്കാരെ കണ്ടെത്തുക, പാവപ്പെട്ടവരെയൊക്കെ തഴയുക, പിന്നെ ക്രിസ്തു ഉരുവാകുക. അതൊക്കെ ഒന്നും അവർക്ക് വിഷയമൊന്നുമല്ല. അവർ യവന്മാരൊക്കെ ഉണ്ടാക്കുന്ന ആ ബിസിനസ് താവളങ്ങളിൽ പിന്നെ അവർക്ക് പാർട്ണർഷിപ്പ് അങ്ങനെയൊക്കെയുള്ളവന്മാരെ ഇതിലൂടെ അവർ ഉരുവാക്കിയെടുക്കും. അവരെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനുവേണ്ടി ഒരു സ്ഥലത്ത് പിന്നെ അവർ ചീറ്റുമ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നു. നമ്മുടെ നെയ്യാറ്റിങ്കരയിലൊക്കെ ഓരോരുത്തന്മാരൊക്കെ വന്ന് ക്രൂസൈഡുകൾ നടത്തി പാവപ്പെട്ട എത്രയോ പേർ എൻ്റെ അടുക്കൽ കടന്നു വന്ന് അവരെയൊക്കെ ചീറ്റ് ചെയ്തു. അടുത്ത സ്ഥലത്ത് പോയി ചീറ്റ് ചെയ്തു. പിന്നെ തമിഴ്നാട്, കർണാടക, ലോകം പരന്ന് കിടക്കയല്ലേ. ഒരിടത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ തട്ടിപ്പ് വെട്ടിപ്പ് ഒക്കെ നടത്തുന്നവർ, ഈ നക്ഷത്രാമ, മറ്റേ റേഡിയത്തിന് TV-കകത്ത് യുറേനി ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ, വെള്ളിമൂങ്ങ, MLM, മാർക്കറ്റിംഗ്, ഇവരൊക്കെ എല്ലാം ഒരു ഏരിയയിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ പിന്നെ ട്രസ്റ്റ്, പ്രോജക്റ്റ്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംരംഭങ്ങളുണ്ട്. ഇവരൊക്കെ എല്ലാം ഒരു ഏരിയയിൽ പിടിക്കപ്പെടുമ്പോൾ അടുത്ത ഏരിയയിലേക്ക് ഇവർ പോവുകയാണ്. അതേപോലെ ഇന്നത്തെ ഇവന്മാരെല്ലാം പോവുകയാണ്. ഓരോ ഏരിയകളിൽ പോയി എസ്റ്റേറ്റുകളും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീകത എന്ന് പറഞ്ഞാൽ അവർക്കിന്നൊരു പ്രോഡക്റ്റ്, അവർക്കതൊരു ഉൽപ്പന്നമാണ്. യേശു, രോഗശാന്തി, പിശാജ്, ഭൂതശാന്തി, സ്ലൈങ്, പിന്നെ ഇപ്പോൾ എന്താ ഉണർവ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്ടേ ഉണർവ്? മരിച്ച ഒരു സുബോധം ഉണ്ടാകുക. സംഭവം ഇപ്പം നീയൊക്കെ പറയുന്ന ഉണർവ് എന്തിനാണ്? ഇക്ലി വികാര ഉണർവെന്ന് പറയുന്നത് സുബോധമുണ്ടാകുക. ഇപ്പൊ വത്തിക്കാനിലെ പോപ്പ് ഉണർവുണ്ടായി. ദൈവം മനുഷ്യൻ തമ്മിലുള്ള ഒരേ ഒരു ബന്ധം, അത് മാത്രമാണ് സ്ഥായിയായിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂടെ. ഏത് ജാതി, ഏത് മതം, ഏത് വിഭാഗം എല്ലാവർക്കും ഉൾക്കൊള്ളത്തക്കവണ്ണം അബ്ബാ പിതാവേ സൃഷ്ടാവേ പ്രാർത്ഥിക്കുക. ആത്മാവിൽ അങ്ങ് അധികമായി വളരണമെങ്കിൽ ആ ധ്യാനത്തെ അല്പം കൂടി ഡീപ്പിലേക്ക് കൊണ്ടുപോകുക. ദൈനംദിന ആവശ്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ ദൈവമേ സൃഷ്ടാവേ എന്നെ തരണമേ, സഹായിക്കണമേ, ബലം തരണമേ, നോർമൽ പ്രയർ. അതിൻ്റെ അഗാധ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്പം കൂടി മെഡിറ്റേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഓരോരുത്തന്മാർ എന്തെല്ലാം ഉടായ്പകൾ. 10% പേർ അവർ ഒരിക്കലും ഇനി തിരുന്തപ്പെടത്തില്ല. അത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവന്മാർ പച്ചത്തെറ്റുകൾ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് അവന്മാർ ചെയ്താലും അവന്മാരുടെ ആ ഹിപ്നോട്ടിക് വാക്കുകൾ വലയം നിങ്ങളെ മറഞ്ഞിരിക്കുന്നു. ഇന്നൊക്കെ ഓരോരുത്തന്മാരെ പ്രസംഗങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉപവാസപാത്രം നടക്കുകയാണ്. ഓരോരുത്തമ്മയുടെ പ്രസംഗം കേട്ടാൽ ഗോലിയാത്ത് ദാവീദ്, പിന്നെ അഗ്രിപ്പ പൗലോസ്, ആഹാബ് ഏലിയാവ്, ഇങ്ങനെയൊക്കെ എതിർ വശങ്ങൾ, സൻബല്ലത്ത്, തോബിയാവ്, നെഹമ്യാവ്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ശുശ്രൂഷ നടത്തുന്ന യവന്മാർ ദാവീദ്, ബാക്കിയുള്ളവരെല്ലാം ഗോലിയാത്ത്. യവന്മാരുടെ ജീവിതത്തിൽ ഇന്നലകളിൽ പറ്റിയ രക്താനുഭവങ്ങൾ, മുറിവുകൾ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യത്തക്കവണ്ണമുള്ള, അതിനെ പരിഹരിക്കുന്ന തരത്തിലുള്ള വാക്കുകളും അവതരണങ്ങളും പിന്നെ പദപ്രയോഗങ്ങളും എടുക്കുന്നത് ജനങ്ങളിലേക്ക് ദൈവോന്മുഖമായ ജീവനൊന്നും പോകുന്നു. യവന്മാരൊക്കെ അവന്മാരുടെ കഴുതക്കാമങ്ങൾ കരഞ്ഞു തീർക്കുന്നു.
അവന്മാരുടെ മുറിവുകളെ അവന്മാർ വാക്കുകൊണ്ടൊക്കെ പറക്കിയെടുത്ത് ഉണക്കാൻ നോക്കുന്നു. ക്രിസ്തു എവിടെ? ദൈവം എവിടെ? നിത്യത എവിടെ? ഹിതം എവിടെ? യവന്മാരെവിടെ? ഇതൊക്കെ എല്ലാം ഒരു കോൺട്രാക്ട്, ഒരു ബിസിനസ്, ഒരു പ്രോജക്റ്റ്, ഒരു സംരംഭം. അതിൻ്റെ മാർക്കറ്റിംഗ് അവർ നല്ല രീതിയിൽ ചെയ്യുന്നു. ഇവനൊക്കെ ഇതിലൂടെ വന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്നാലും, മേസ്തിരിപ്പണി ചെയ്താലും, മറ്റുള്ള എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിംഗ് ചെയ്താലും അവിടെയും ഇതേ നൈപുണ്യം ഉണ്ടാകും. വയ്ക്കപ്പന്തലും പുല്ലും മരവും ഇതെല്ലാം വെന്തുപോകും. വിലയേറിയ കല്ലുകൾ നിഗൂഢമായി ദൈവമേ, സൃഷ്ടാവേ, ആ ഒരു ബന്ധം ഏത് ജാതി മതസ്ഥർക്കും ഒക്കെ അതാണ്. ഏതൊരുവനെയും ക്രിസ്തു യേശു അതാണ് പറയുന്നത്, ഏതൊരുവനെയും തികഞ്ഞവനാക്കുന്ന, ഏതൊരുവനെയും പ്രകാശിക്കും സത്യ വെളിച്ചം. ഇന്നൊക്കെ ഓരോരുത്തന്മാരെ കുറിച്ചൊന്നും ഈ വിരക്തി വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വീണ്ടും വീണ്ടും വിമർശിച്ചിട്ട് എന്താണ് കാര്യം? അപ്പം ഞാൻ വിമർശിച്ചു ഏകദേശം 90 എണ്ണമൊക്കെ മാളത്തിനകത്ത് ഒതുങ്ങി. പരസ്യമായിട്ട് ചെയ്യുന്നില്ല, രഹസ്യമായിട്ടൊക്കെ അവർ ചെയ്യുന്നെങ്കിൽ തന്നെ ഈ 10% പേർ അവരെ ഇനി എത്ര വിമർശിച്ചാലും എത്ര അവർക്ക് ബോധവൽക്കരണം നടത്തിയാലും തീരില്ല. കാരണം അവരുടെ മനസ്സിനെയവന്മാരൊക്കെ കുരുടാക്കി, ബ്ലൈൻഡാക്കി കളഞ്ഞു. പക്ഷേ അധികകാലം ഇതൊന്നും നിലനിൽക്കില്ല. അസത്യം അധികകാലം നിലനിൽക്കത്തില്ല. പിന്നെ ഈ അസത്യത്തിലൂടെ ഉണ്ടാക്കിയ പൈസയും അധികകാലം നിലനിൽക്കത്തില്ല. തലമുറകൾക്കും ഉതകത്തില്ല, സമാധാനം കിട്ടത്തില്ല. ഒരു 5 രൂപയാണെങ്കിലും അത് തലങ്ങണയ്ക്കടിയിൽ വെച്ചാൽ സ്വസ്ഥമായി കിടന്ന് ഉറക്കം വരും. നീയൊക്കെ 50 ലക്ഷം 50 കോടിയും ബാങ്കിൽ കിടന്ന് നിനക്കൊന്നും ഉറക്കം വരില്ല. കാരണം അത് നന്മയിലൂടെ, യഥാർത്ഥത്തിലൂടെ കിട്ടിയതല്ല. നിലനിൽക്കുന്നത് നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുക. അല്ലാതെ കുറേ ആത്മീക അക്ഷരമാലകളും കുറേ നിങ്ങളുടെയൊക്കെ മുറിവുണക്കുന്ന ഡയലോഗുകളും കുറേ മിമിക്രികളും മോണോക്റ്റുകളും നടനങ്ങളും കൊണ്ട് ജീവിതത്തിൽ എന്ത് കാര്യം? സുഹൃത്തുക്കളെ, ഇവരുടെയൊക്കെ നാട്യവും നടനങ്ങളും അഭിനയങ്ങളും എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു കഥാപാത്രം കണ്ട് നടന്മാരെ ആ ലെവലിൽ അളക്കരുത്. അവർ വേറെ നാട്യം വേറെ. അത് പക്ഷേ ക്രിസ്തീയതയിൽ ഇതൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ അഭിനയവും ഇവരുടെ കണ്ണുനീരും ഇതൊക്കെ എല്ലാം നാട്യങ്ങൾ. ഇവരുടെ അത് കണ്ട് അവരെ അളക്കുമ്പോൾ, അവരെ ദൈവമായിട്ട് കരുതുമ്പോഴാണ് വിഷയമുണ്ടാകുന്നത്. 10% ഒരു കൂട്ടം പേർ അവർ മതി നിനക്കൊക്കെ ബിസിനസ്സിനും നിന്റെയൊക്കെ അനുയായികളായിട്ടും. അവരൊക്കെ സ്റ്റേജിന് മുമ്പ് അവർ രക്ഷിക്കപ്പെട്ട കൈ ഉയർത്താൻ പറയുമ്പോൾ അവർ ഉയർത്തും. അഭിഷേകം പ്രാപിച്ച കൈ അവർ ഉയർത്തും. വടക്കേൻ്റെ പോകുമ്പോൾ അവർ ഉയർത്തും. കൃപാവരം എന്ന് പറയുമ്പോൾ അവർ ഉയർത്തും. നിനക്ക് കൈ ഉയർത്തുവാനും നിന്റെയൊക്കെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പിന്നെ ക്ലിപ്പിന് വേണ്ടിയും ഈ 10% പേർ എന്നും ഉണ്ടായിരിക്കും. പക്ഷേ അത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ അത് വരുന്ന ആളുകളിൽ അത് ഒഴുകിപ്പോകും. നിന്റെയൊക്കെ അവസ്ഥയാണ് വളരെ പരിതാപമായിരിക്കുന്നത്. വളരെ പരിതാപമായിരിക്കുന്നത്. ഓക്കെ.